നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിൻ്റെ ആഴം നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലേ. ഇപ്പോൾ വീണ്ടും ആ ഒരു കൂട്ടുകെട്ട് ഒന്നിക്കുകയാണ്. 5ാം തലമുറ സുഖോയി Su-57E സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വിതരണം ചെയ്യാനും സഹകരിച്ച് നിർമ്മിക്കാനുമുള്ള റഷ്യയുടെ ഒരു സുപ്രധാന നിർദ്ദേശം ഇന്ത്യ സജീവമായി പരിഗണിക്കുകയാണ്. രാജ്യത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങളുടെ എണ്ണം അടിയന്തരമായി കൂട്ടാനും വ്യോമായുധ ശേഷിയിലെ നിർണായക വിടവ് പരിഹരിക്കാനുമാണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കം. സുഖോയി Su-57 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനും നിർമ്മിക്കാനുമുള്ള റഷ്യയുടെ നിർദ്ദേശം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും അമേരിക്കൻ F-35 പോലെയുള്ള വിമാനങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കാൻ ഒരു നിർദ്ദേശവുമില്ലെന്നും വൃത്തങ്ങൾ പറയുന്നു. Su-57E കയറ്റുമതി വകഭേദങ്ങളുടെ വിതരണം മാത്രമല്ല, യുദ്ധവിമാനത്തിൻ്റെ സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഉൾപ്പെടെയുള്ള പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റവും ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യക്ക് വിമാനം പൂർണ്ണമായും ഇഷ്ടാനുസൃതമാക്കാനും അഥവാ കസ്റ്റമൈസ് ചെയ്യാനും AESA റഡാറുകൾ, നൂതന ഏവിയോണിക്സ്, തദ്ദേശീയ ആയുധങ്ങൾ തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾ സംയോജിപ്പിക്കാനും ഇഷ്ടാനുസരണം അതിൻ്റെ പ്രവർത്തന സോഫ്റ്റ്വെയർ മാറ്റാനും ഇത് അനുവദിക്കുന്നു എന്നതാണ്. അത്തരം ആഴത്തിലുള്ള പ്രാദേശികവൽക്കരണം സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി വിശാലമായ ദർശനവുമായി അടുത്തു യോജിക്കുന്നു എന്ന് തന്നെ പറയണം. റഷ്യൻ ഓഫറിനെ അനുകൂലിക്കുന്ന ഒരു പ്രധാന ഘടകം നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ Su-30 ഉൽപ്പാദന നിരയിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇത് Su-57 പ്രാദേശിക അസംബ്ലിയും അതുപോലെ തന്നെ നിർമ്മാണവും സുഗമമാക്കുന്നതിന് പ്രയോജനപ്പെടുത്താം. ഇന്ത്യയുടെ നിലവിലുള്ള Su-30 MKI ഫ്ലീറ്റിൻ്റെ നവീകരണത്തെ പിന്തുണയ്ക്കുന്നതിനും തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതിനുമുള്ള സന്നദ്ധത റഷ്യൻ ഓഫറിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ആഗോള എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ, റോൾസ് റോയ്സ് എന്നിവയുടെ പ്രപ്പോസലുകളും വിലയിരുത്തി വരികയാണ്. ഇന്ത്യ ടുഡേ കോൺക്ലേവ് 2025 സംസാരിച്ച റഷ്യൻ അംബാസിഡർ ഡെനീസ് അലിപ്പോവ് Su-57 നിലവിൽ പറക്കുന്ന ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്ന് വിശേഷിപ്പിക്കുകയും സാങ്കേതികവിദ്യ പങ്കിടൽ, സംയുക്ത ഉൽപ്പാദനം, ഇന്ത്യൻ സ്പെസിഫിക്കേഷനുകളുമായി പൊരുത്തപ്പെടൽ എന്നിവയ്ക്കുള്ള മോസ്കോയുടെ തുറന്ന മനസ്സ് ആവർത്തിച്ച് എടുത്തു കാണിക്കുകയും ചെയ്തു. റഷ്യൻ Su-57 നിർദ്ദേശത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പരിഗണന തന്ത്രപരമായ സമീപനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സഹ ഉൽപ്പാദനത്തിലൂടെ യുദ്ധവിമാനങ്ങളുടെ ശക്തി ഉടനടി നിറയ്ക്കൽ, AMCA പ്രോഗ്രാമിലൂടെ തദ്ദേശീയ വികസനം, നൂതന എയറോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ ദീർഘകാല സ്വാശ്രയത്വം ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണത്തിന് ഒരു പ്രധാന വഴിത്തിരിവാകാൻ ഈ തീരുമാനം ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ്. കൂടാതെ മേഖലയിലെ വ്യോമശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഇതിന് ഗണ്യമായി മാറ്റാനും കഴിയും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.